അസമിൽ വീണ്ടും സംഘർഷം, 2 പേർ കൊല്ലപ്പെട്ടു. നിരോധനാജ്ഞ മറികടന്നാണ് സംഘർഷമുണ്ടായത്. 50-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റു. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്കൊക്കെ കടക്കാനുള്ള കാരണം എന്താണ്? നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? സജു, കേൾക്കാമോ? കേൾക്കാം. ചോദ്യം ആവർത്തിക്കാവോ? സജു, ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് വീണ്ടും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാൻ കാരണം? അവിടുത്തെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൃത, പ്രധാനമായിട്ടും അസമിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സ്ഥല കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയായിരുന്നു. കർബി ആംഗ്ലോ ഓട്ടോണമസ് കൗൺസിൽ എന്ന് പറയുന്ന സംഘടനയും അതിന്റെ മേധാവിയെയും ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ വസതിക്ക് തീയിട്ടതുമായി ബന്ധപ്പെടുന്ന വലിയ പ്രക്ഷോഭമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അസമിൽ നിലനിൽക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് വീണ്ടും സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഈ സംഘർഷത്തിൽ ഇപ്പോൾ 2 പേർ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഒടുവിലായിട്ട് ലഭിച്ചിരിക്കുന്നത്. 50-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റതുകൊണ്ട് അസമിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കർബി ആംഗ്ലോവും അടക്കമുള്ള ജില്ലകളിലാണ് വലിയ തോതിലുള്ള പ്രക്ഷോഭകർ ഈ സമരവുമായി മുൻപോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് അവർ മുൻപോട്ട് വരുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞ ഈ വസ്തു, അതായത് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത വസ്തുക്കൾ അല്ലെങ്കിൽ കുടിയേറ്റക്കാർക്ക് നൽകരുത് എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് അവർ മുൻപോട്ട് അംഗീകരിക്കാൻ പോലീസ് തയ്യാറാകാതെ വന്നതോടെ ഇപ്പോൾ സംഘർഷം വലിയ തോതിൽ ഉണ്ടായിരിക്കുന്നത്. അമൃത, വിവരങ്ങളാണ് സജു തോമസ് പങ്കുവച്ചത്.